അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് KVS ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞ ഒരു പെരുന്നാൾ നമ്മളിൽ നിന്ന് അസ്തമിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ, വിവിധ ഭാഷക്കാർ, വിവിധ വർണ്ണത്തിലുള്ളവർ, വിവിധ തരത്തിലുള്ള ആളുകൾ, വിവിധ സ്വഭാവക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയ ലക്ഷോപലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു വലിയ ഹജ്ജ് കർമ്മം കൂടി നമ്മളിൽ നിന്ന് ഈ വർഷം നമുക്കറിയാം. ആ ഒരു സന്ദേശം, ആ ഒരു ഹജ്ജ് എന്ന സംഭവം ഒരു രാജ്യത്ത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നതിന് പിന്നിലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിൻ്റെ വിധി പ്രകാരം, അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം, തീരുമാനപ്രകാരം നിർമ്മിച്ച ഒരു വലിയ ഗേഹമാണ്. ലക്ഷോപലക്ഷങ്ങൾ, കോടാനക്കോടി മുസൽമാന്മാർ അവരുടെ നിസ്കാരങ്ങൾ മുഴുവനും ഒരേ ഒരു ദിശയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ആ ഒരു ദിശയാണ് പരിശുദ്ധ കഅബാലയം എന്ന് പറയുന്നത്. ആ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് അവിടേക്ക് തടിച്ചുകൂടിയ ലക്ഷോപലക്ഷ ഹാജിമാർ, അവിടെ ഒരുമിച്ച് കൂടിയ ലക്ഷോപലക്ഷ ജനങ്ങളും ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസികളും എല്ലാവരും കൂടെ തക്ബീർ ധ്വനികളെ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാക്കുകയും ഈ പരിശുദ്ധ പെരുന്നാൾ ദിവസം ആഘോഷിക്കുകയും ചെയ്യുകയാണ്. അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണല്ലോ പരിശുദ്ധ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത്. ആ പരിശുദ്ധ അറഫ ദിനത്തിൽ ഒരു മൈതാനിയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരു രാത്രിയിലെ അല്പസമയങ്ങൾ പോലും അവിടെ ഒരുമിച്ച് കൂടുന്ന അതിസുന്ദരമായിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ നമ്മെ വിളിച്ചോതുന്നത് കാരുണ്യത്തിൻ്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളതാണ്. കാരണം ഒത്തൊരുമ, അതുപോലെ സൗഹാർദ്ദം, എൻ്റെ സ്നേഹിതനെ, സഹോദരനെ അവനക്ക് വേണ്ടുന്ന രൂപത്തിൽ പരിചരിക്കുക, അവനക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്ത് പരസ്പര ബഹുമാനത്തോടുകൂടെ യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ തന്നെ എല്ലാവരെയും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകിക്കൊണ്ടാണ് എന്നുള്ള ആ ഒരു വലിയ ബോധത്തോടുകൂടെ അവിടെ ഒരുമിച്ച് കൂടി അവിടുത്തെ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് ദുആകളൊക്കെ ചെയ്ത് പിരിയുന്ന ഒരു ജനസഞ്ചയത്തെ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ പ്രദേശം ഉൾക്കൊള്ളുന്ന മക്ക എന്ന ആ ഒരു രാജ്യം ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ, ആ സൗദി അറേബ്യയും അവിടുത്തെ ഗവൺമെൻറ്റും അവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചൂടുകാലമാണ്, ഉഷ്ണകാലമാണ്. ചൂടിൻ്റെ അസഹനീയമായിട്ടുള്ള ഒരു വലിയ അവസ്ഥ, വലിയ ചൂട് തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലും അറിയിക്കാത്ത രൂപത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്ത്, ഒപ്പം അവിടെ സൗദി ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റികളായിട്ടുള്ള അവിടുത്തെ സേവകർ, അവരുടെയൊക്കെ ആ ഹാജിമാരോടുള്ള പെരുമാറ്റം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൊക്കെ ഒരു ഹാജി പോലും ഒരു പ്രയാസവും അനുഭവിക്കരുത് എന്നുള്ള ആ ഒരു മനോനിശ്ചയം ഒക്കെ എടുത്തുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി എല്ലാ ഹാജിമാരെയും അവരവരുടെ കഴിവുകൾക്കനുസൃതമായി കൊണ്ട് തന്നെ എല്ലാവിധ സെറ്റപ്പുകളും സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. നമ്മളൊക്കെ വീഡിയോകളൊക്കെ പലവിധ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഈ വോയിസിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പരിശുദ്ധ ദീനിൻ്റെ ആ സൗന്ദര്യം. സഹോദരനെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. തആവനു അലൽ ബിർരി വത്തഖ്വ, ഗുണം ചെയ്യുന്നതിൻ്റെ പേരിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹായികളാവുക എന്നുള്ള പരിശുദ്ധ വാക്കുകൾ തന്നെ
അത് തന്നെയാണ് നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെയും ആധാരം എന്നുള്ളത്. അത്തരത്തിൽ ഒരു വലിയ സൗഹാർദ്ദം ലോകത്തോട്, മാനവ സൗഹാർദ്ദം ലോകത്തോട് വിളിച്ചോതിക്കൊണ്ട് ഒരു ഹജ്ജ് പെരുന്നാൾ കൂടെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പങ്കെടുത്ത എല്ലാ ഹാജിമാരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.